നമസ്കാരം. ചിത്രം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് അറിയാലോ? എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ആഹാര ഐറ്റമാണ് ഉരുളക്കിഴങ്ങ്. ഇന്നിപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മാർക്കറ്റിൽ, കേരള മാർക്കറ്റിൽ ഇപ്പോൾ പച്ചക്കറികൾ എല്ലാം തന്നെ, പച്ചക്കറികൾ എല്ലാം എന്ന് പറയാൻ പറ്റില്ല, അതിൽ ധാരാളം വ്യാജന്മാരുണ്ടെന്ന്. പ്രത്യേകിച്ച് നമുക്ക് പച്ചക്കറികളുടെ കാര്യത്തിൽ പച്ചക്കറികളാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വ്യാജന്മാർ, ചൈനയിൽ നിന്നും മറ്റും വരുന്ന വ്യാജന്മാർ വളരെ കൂടുതലാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു ഐറ്റമാണ്. ഇപ്പോൾ അതിൽ കൂടുതലും ഈ ക്യാബേജ് ഒക്കെയാണ് വ്യാജന്മാരുടെ കൂട്ടത്തിൽ കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഉരുളക്കിഴങ്ങിൽ വ്യാജന്മാരുണ്ടെന്ന്. ശരിക്കും നമുക്ക് നമ്മുടെ കേരളത്തിലെ ഒരു ആഹാര രീതിയിൽ, ഇപ്പോഴത്തെ ഒരു ആഹാര രീതിയിൽ മിക്കവാറും നമ്മൾ ദിവസേന ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുന്ന ആഹാര സാധനങ്ങളിലൊന്നും ഉരുളക്കിഴങ്ങാണ്. നമുക്ക് ധാരാളം അതുകൊണ്ട് പ്രയോജനങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യാജന്മാരായ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതുപോലെ ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ ഈ വ്യാജന്മാരായ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളുണ്ട്. പക്ഷേ ഈ വ്യാജന്മാരെ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ സാധാരണ ഒരു ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വ്യാജന്മാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഒരു നോട്ട്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു വ്യാജ നോട്ട് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി എന്ന് പറയുന്നുണ്ട്. ഒരു വ്യത്യാസവും വരുന്നില്ല, അത്രയ്ക്കും വിജിലൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത വ്യാജ നോട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഇപ്പം മിടുക്കന്മാരും മിടുക്കികളും ഒക്കെയാണ്. ഇപ്പം വ്യാജന്മാരുണ്ടാക്കുന്നത് ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ സാധനങ്ങളാണ് ഇപ്പം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഉരുളക്കിഴങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യാജനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് വ്യാജന്മാരെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് നോക്കാം. സാധാരണ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റേതായിട്ടുള്ളൊരു മണം ഉണ്ടല്ലോ. എന്ത് മണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മണമുണ്ട്. പക്ഷേ ഈ വ്യാജന്മാർക്ക് ഇത്തരത്തിലുള്ളൊരു മണമല്ല ഉണ്ടത്, അതൊരു രാസമണമായിരിക്കും ഉള്ളത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും പറ്റും. അതുപോലെ മറ്റൊന്ന്, സാധാരണ ഉരുളക്കിഴങ്ങ് നമ്മൾ മുറിക്കുമ്പോൾ കേടുള്ള ഉരുളക്കിഴങ്ങൊന്നും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരേപോലെയുള്ള കളർ തന്നെയായിരിക്കും. പക്ഷെ അതേസമയത്ത് അതായത് വ്യാജ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ അതിന് കളർ വ്യത്യാസം വരും. ഞാൻ ഈ ഉരുളക്കിഴങ്ങ് കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യാജന് എന്ത് കളറാണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മുടെ സാധാരണ ഉരുളക്കിഴങ്ങിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള കളറായിരിക്കും. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ടാൽ, അത് സാധാരണ നല്ല ഉരുളക്കിഴങ്ങാണെങ്കിൽ വെള്ളത്തിനടിയിലോട്ട് പോകും. പക്ഷേ ഇപ്പോൾ ഈ വ്യാജനാണെങ്കിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വ്യാജ ഉരുളക്കിഴങ്ങ് കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങൾ. പക്ഷേ നമ്മളിപ്പം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ ഈ സാധാരണ ഉരുളക്കിഴങ്ങും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നല്ല ധൃതിക്ക് നിൽക്കുമ്പോൾ, ജോലി തിരക്കിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പരീക്ഷണം നടത്താനൊന്നും പലരും മുതിരാനൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. ഇത്തരത്തിലുള്ള വ്യാജന്മാരും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒന്ന് മുറിക്കുമ്പോഴെങ്കിലും, ഇല്ലെങ്കിൽ ജസ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഒന്ന് മണത്ത് നോക്കുക, എന്നിട്ട് മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് വ്യാജന്മാരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണെന്നാണ് ഇതിൻ്റെ വിദഗ്ധന്മാർ പറയുന്നത്. നമ്മുടെ കിഡ്നിക്കും അതുപോലെ തന്നെ ലിവറിനും ഒക്കെ ഒത്തിരി ദോഷം ഉണ്ടാക്കുന്നുണ്ട്. അത് പൊതുവെ ഇപ്പോൾ ഏത് രാസവസ്തുക്കൾ നമ്മുടെ മരുന്നുകളാണെങ്കിലും കൂടുതൽ നമ്മൾ കഴിച്ചാൽ ഈ ശരീരഭാഗങ്ങളിലൊക്കെ ആയിരിക്കും, കിഡ്നിക്കും ലിവറിനും ഒക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു രാസവസ്തു മുഴുവനായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുമ്പോൾ അതുപോലെയുള്ള മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഇനി ചിലപ്പോൾ സബോളയിൽ വരാം, ഇല്ലെങ്കിൽ ഉള്ളിയിൽ വരാം, എന്തിലും വ്യാജന്മാർ വരാം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാനും.